നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 63 ആൻഡ് 64ന്റെ പരീക്ഷയാണ്. ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീഡിയോയിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. എൻ്റെ പേര് അശ്വതി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 63 ആൻഡ് 64 എക്സാം. ആദ്യത്തെ ചോദ്യം, 1H1, 1H2, 1H3 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ 3 ഐസോട്ടോപ്പുകളിൽ ഏത് മൗലിക കണമാണ് വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നത്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രിനോ, ന്യൂട്രോൺ. ഉത്തരം എഴുതിക്കോളൂ. 2. സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ 11ഉം മാസ് നമ്പർ 23ഉമാണ്. സോഡിയത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആകെ കണങ്ങളുടെ എണ്ണം എത്രയാ? 11, 23, 12, 0. 3. ഒരാറ്റത്തിന്റെ ബാഹ്യതമ ശൈലിയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2, 8, 18, 32. 4. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏതാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ചാർക്കോൾ. 5. ഫോസ്ഫറസിന്റെ രൂപാന്തരമായ ചുവന്ന ഫോസ്ഫറസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ചുവന്ന ഫോസ്ഫറസിന് സോഡിയത്തിന് സമാനമായ നിറമാണുള്ളത്. ബി, തീപ്പെട്ടി കവറിന്റെ വശങ്ങളിൽ പുരട്ടുന്നത് ചുവന്ന ഫോസ്ഫറസ് ആണ്. സി, ചുവന്ന ഫോസ്ഫറസിന് ഗന്ധമില്ല. ഡി, ചുവന്ന ഫോസ്ഫറസ് ഇരുട്ടിൽ തിളങ്ങുന്നില്ല. 6. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോൺ ലിഡർമാൻ, പോൾ ഡിറാക്ക്, ഹിഗ്സ് ബോസോൺ. ഇവയൊന്നുമല്ല. 7. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. എ, വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നു. ബി, വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈഹോളിൽ ഉപയോഗിക്കുന്നു. സി, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. ഡി, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. 8. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 10 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ. 9. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ. 2. മംഗൾ പാണ്ഡെ അഡ്ജുട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് 1957 മാർച്ച് 29-നാണ്. 3. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1980 ആണ്. അപ്പൊ ഇതിൽ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് അനുയോജ്യമായവ കണ്ടെത്തി എഴുതുക. 10. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്സ്, കാനിംഗ് പ്രഭു, ഡെൽഹൌസി, റിപ്പൺ. 11. 1857 വിപ്ലവത്തിലെ നേതാക്കളിൽ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. മീററ്റ് കദം സിംഗ്, ആസാം മണിറാം ദത്ത, കാൺപൂർ നാനാ സാഹിബ്, അലഹാബാദ് മൗലവി അഹമ്മദുള്ള. 12. 1857 വിപ്ലവത്തിനെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വി ഡി സവർക്കർ, ആർ സി മജുംദാർ, ജോൺ ലോറൻസ് സീലി, എസ് എൻ സെൻ. 13.
13 മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? രാധാകൃഷ്ണ ജംഗർലമുടി, ചേതൻ മേത്ത, കേതൻ മേത്ത, സത്യജിത് റായ്. 14 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, നന്ദലാൽ ബോസ്, പ്രേംചന്ദ്. 15 ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി, ഹ്യൂഗോ റോസ്, ജവഹർലാൽ നെഹ്റു, വിക്ടോറിയ രാജ്ഞി. ഓക്കെ, ഇത്രയായിരുന്നു ചോദ്യങ്ങള്. ഉത്തരങ്ങളെല്ലാം കിട്ടിയല്ലോ അല്ലേ? കുറച്ച് ഈസി ആയിരുന്നു. എന്തായാലും നമുക്ക് ആൻസേഴ്സ് എന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, 1H1, 1H2, 1H3 ഈ 3 ഐസോടോപ്പുകളിൽ ഏത് മൗലിക കണമാണ് വ്യത്യസ്തമായി കാണപ്പെടുന്നത്? ന്യൂട്രോൺ ആണേ, ന്യൂട്രോൺ. 2 സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ 11ഉം മാസ് നമ്പർ 23ഉമാണ്. സോഡിയത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആകെ കണങ്ങളുടെ എണ്ണം എത്രയാ? 23. കാരണം എന്തുവാ? മാസ് നമ്പർ 23 അല്ലേ? മാസ് നമ്പർ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്തുവാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ പ്രോട്ടോൺസിന്റെ എണ്ണവും ന്യൂട്രോൺസിന്റെ എണ്ണവും എടുത്താൽ മതി, അല്ലെങ്കിൽ അറ്റോമിക് നമ്പറും ന്യൂട്രോൺസിന്റെ എണ്ണവും എടുത്താൽ മതി മാസ് നമ്പർ കിട്ടാൻ. അപ്പോൾ മാസ് നമ്പർ 23. ഈ പ്രോട്ടോണും ന്യൂട്രോണും തന്നെയല്ലേ ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്നേ? അപ്പൊ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആകെ കണങ്ങൾ എത്രയാ? അതിന്റെ മാസ് നമ്പറിന് ഈക്വൽ ആയിരിക്കും 23. 3 ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണേ, 8 ഇലക്ട്രോൺസ് ആണ്. ബി. 4 കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ബി. ഗ്രാഫൈറ്റ്. 5 ഫോസ്ഫറസിന്റെ രൂപാന്തരമായ ചുവന്ന ഫോസ്ഫറസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ ആണേ, ചുവന്ന ഫോസ്ഫറസിന് അയണിന് സമാനമായ നിറമാണുള്ളത്. സോഡിയം അല്ല, അയണാണ്. 6 ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോൺ ലിഡർമാൻ ആണേ, ലിയോൺ ലിഡർമാൻ. എ. 7 ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് ബി ആ. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈഹോളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ്, കോൺവെക്സ് അല്ല. അടുത്ത ചോദ്യം 8 ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ആരം എത്രയാ? 10 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രതാ ആരം 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ദൂരം കണ്ടെത്താനല്ലേ പറഞ്ഞേക്കുന്നേ? ഫോക്കസ് ദൂരവും വക്രതാ ആരവും തമ്മിലുള്ള റിലേഷൻ F=R/2. വക്രതാ ആരത്തിന്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത്. 10ന്റെ പാതി 5 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം. 9 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ. ആദ്യത്തെ പ്രസ്താവന ശരിയാ. 1887 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ജെയിംസ് ഹ്യൂസൺ. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. മംഗൾ പാണ്ഡെ അഡ്ജുട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29-നാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1984-ലാണ്. അപ്പൊ ശരിയായത് 1ഉം 2ഉം മാത്രമാണ്. എ ആണ് ഉത്തരം. 10 1887 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. കാനിംഗ് പ്രഭു. ബി. 11 1887 വിപ്ലവത്തിലെ നേതാക്കളിൽ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ്. അലഹാബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലിയാണ്. 12 1887 വിപ്ലവത്തിനെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചതാരാ? ജോൺ ലോറൻസും സീലിയും ആണ്. ജോൺ ലോറൻസും സീലിയും. 13 മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ കേതൻ മേത്ത. സി. 14 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. എ. 15
ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? നിർബന്ധമായിട്ട് ഒന്ന് മാർക്ക് കമന്റ് ചെയ്യണം. പരീക്ഷ എഴുതുന്നവർ വളരെ കുറവാണ്. ഞാൻ എന്നും ഇത് തന്നെയാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പരീക്ഷ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങളല്ലേ എഴുതേണ്ടത്, നിങ്ങളുടെ അല്ലേ ഉത്തരവാദിത്വം. അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ പരീക്ഷ എഴുതുമോ. പരീക്ഷ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോർഷൻസ് മാത്രം ഇടാം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ. പക്ഷെ എനിക്ക് പേഴ്സണലി അതൊന്നും മനസ്സ് വരുന്നില്ല. എല്ലാ ദിവസവും പരീക്ഷ ഇടണം എന്ന് തന്നെയാണ്. ഞാൻ എന്തായാലും ഇടും. പരീക്ഷ എഴുതുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും പരീക്ഷ ഇടും. അപ്പം പരീക്ഷ എഴുതാത്തവരുണ്ടെങ്കിൽ നിങ്ങളൂടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.